കേരളത്തിലെ സേവനത്തിന്റെ ഏറ്റവും വലിയ വ്യക്തി ഈ ലുലു മാളിന്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബാക്കി കേരളത്തിലെ RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ തന്നെ ഈ നാട്ടുകാർക്ക് യാതൊരു വിധമായ പ്രയോജനവുമില്ലാത്ത രണ്ട് സംഘടനകളെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ജലീൽ പുല്ലൂരെ, കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് 11ഓളം ബാലാശ്രമങ്ങള്, ബാലികാ സദനങ്ങൾ നടത്തുന്നുണ്ട്. താങ്കളുടെ പുനലൂരിൽ നിന്ന് താങ്കൾ അടൂരോട്ട് വന്നാൽ വിവേകാനന്ദ ബാലാശ്രമം കാണാം, 10-40 കുട്ടികൾ. അവിടെ നിന്ന് ആറന്മുളയോട്ട് പോയ ശബരി ബാലാശ്രമം കാണാം, 10-60 കുട്ടികൾ. അവിടെ നിന്ന് പുല്ലാട്ടോട്ട് പോയാൽ കാണാം 10-70 പെൺകുട്ടികൾ. ആലപ്പുഴയോട്ട് വന്നാൽ ശാരദാ ബാലികാശ്രമത്തിൽ കാണാം 10-60 കുട്ടികൾ. അവിടെ നിന്ന് തൃപ്പൂണിത്തറ പോയാൽ പൂർണ്ണത്രയീശ ബാലാശ്രമത്തിൽ കാണാം 10-100 എണ്ണം. മുളന്തുരുത്തി വയോജന കേന്ദ്രത്തിൽ ചെന്നാൽ കാണാം കുറെ ആൾക്കാര്. ഇങ്ങനെ കേരളത്തിൽ 11-12 ബാലബാലികാശ്രമങ്ങളും ഈ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള വയോജന കേന്ദ്രങ്ങളും വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിൽ നടത്തുന്നുണ്ട്. ജലീലെ, താങ്കൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ അശോക് സിംഗാൾ കൗശൽ വികാസ് കേന്ദ്ര, പെൺകുട്ടികൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ഞങ്ങൾ ഇതൊന്നും വലിയ പത്രങ്ങളിൽ പരസ്യം ചെയ്തുകൊണ്ടോ ഈ താങ്കൾ പറഞ്ഞ മുതലാളികളിൽ നിന്ന് പൈസ മേടിച്ചോ നടത്തുന്ന സ്ഥാപനങ്ങളൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഹിന്ദു തരുന്ന 1, 2, 3 രൂപ കൊണ്ട് നടത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് വരാൻ കള്ളപ്പണമില്ല. SCRA ഫണ്ടിൽ നിന്ന് തരികട കാണിച്ചുകൊണ്ട് കിട്ടുന്ന പൈസയും ഞങ്ങൾക്കില്ല. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ഏകൽ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യുന്നത്. കേരള സാഹചര്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എങ്കിലും സേവാഭാരതി, ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ റോളാ കൊടുത്തിരിക്കുന്നത്. ആരെന്ത് ചെയ്യണമെന്ന് കൃത്യമായി മാനദണ്ഡമുണ്ട്. ഒരു സംഘടനയുടെ പ്രവർത്തനമല്ല മറ്റൊരു സംഘടന ചെയ്യേണ്ടത്. സേവാഭാരതി കേരളത്തിൽ 100 കണക്കിന് സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്, 100 കണക്കിന് വിദ്യാലയങ്ങളുണ്ട്, ബാലബാലികാ സദനങ്ങളുണ്ട്. താങ്കളത് മനസ്സിലാക്കണം. അല്ലാതെ യൂസഫ് മുതലാളി കൊണ്ട് ഈ ഗാന്ധി ഭവനിൽ പൈസ കൊടുത്തുകൊണ്ട് അതൊരു മഹത്തരമായ നേട്ടം. വെടിക്കെട്ട് അപകടം ഉണ്ടായെടുത്ത് അദ്ദേഹം പൈസ കൊണ്ടുകൊടുത്തുകൊണ്ട് അത് മഹത്തരമായ നേട്ടം. എന്തേ സുരേഷ് ഗോപി ഓരോ ലക്ഷം രൂപ കൊടുത്ത താങ്കൾ എന്തേ മറന്നുപോകുന്നു? സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാനായ വ്യക്തി ചെയ്യുന്ന ഈ അദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ച് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെ എന്തേ താങ്കൾ കാണാതെ പോകുന്നു? എന്തേ യൂസഫ് അലി മുതലാളിയുടെ മാളുകളിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ മാത്രമാണോ സാധനം മേടിക്കാൻ കയറുന്നത്? അദ്ദേഹത്തിനെ പണക്കാരനാക്കുന്നതിന് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുമുണ്ട്. താങ്കളത് മനസ്സിലാക്കണം. അവരുടെ പൈസയോട് ഉപയോഗിച്ച് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു വീതമാ കൊടുക്കുന്നത്. അല്ലാതെ യൂസഫ് മുതലാളിയുടെ വീട്ടിലെ പൈസ എടുത്തോ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന പൈസയൊന്നുമല്ലല്ലോ. ഇത്തരത്തിൽ കച്ചവടം ചെയ്ത് ഹിന്ദുക്കളായിട്ടുള്ള ഉപഭോക്താക്കളും ആ കടകളിൽ ചെല്ലുന്നുണ്ട്. അവര് കൊടുക്കുന്ന പൈസയിൽ കൂടി ഉണ്ടാക്കുന്ന ലാഭത്തിലെ ഒരു വീതം മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ധാരാളം പണം കിട്ടുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ഈ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തുള്ള കോടാനുകോടി സേവന പദ്ധതികൾ. താങ്കൾ പറഞ്ഞു RCCയില് എന്തേ താങ്കളുടെ കണ്ണിനകത്ത് വല്ലതും പറ്റിയിരിക്കുകയാണോ? അവിടെ സേവാഭാരതിക്ക് കേന്ദ്രമില്ലേ? സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണാൻ താങ്കളുടെ കണ്ണെന്താ അടഞ്ഞിരിക്കുകയായിരുന്നു? അവിടെ ചെന്നപ്പോൾ സമസ്ത ചെയ്യുന്ന മാത്രമേ താങ്കൾ കണ്ടുള്ളൂ. എന്തൊരു മര്യാദകേടാ താങ്കൾ പറയുന്നേ? എന്താ പ്രളയ സമയത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമേ സഹായിച്ചുള്ളൂ? രക്തദാനം സേവാഭാരതിയും വിശ്വ ഹിന്ദു പരിഷത്തും ചെയ്യാറില്ലെന്നാണ് താങ്കൾ പറയുന്നത്? അതൊക്കെ താങ്കളുടെ തെറ്റായ ധാരണയാണ്. അതാ താങ്കൾ പറഞ്ഞത്. താങ്കൾ ഒരു കപട മതേതരത്വത്തിന്റെ വ്യക്താവാണ്. താങ്കൾ ഒരു പരിധിയിൽ വിട്ട് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു സൈഡിൽ കുറ്റം പറയുക, RSSനെയും VHPയെയും കുറ്റം പറയുക, സേവാഭാരതിയെ കുറ്റം പറയുക, വിദ്യാനികേതനെ കുറ്റം പറയുക, അതിനുശേഷം യൂസഫ് മുതലാളിയെ പൊക്കി പറയുക, അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ സേവനങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കുക. അതൊന്നും ശരിയല്ല. താങ്കൾ ഒരു ബാലൻസിംഗിലെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഈ രാജ്യത്തെ ധാരാളം ആശുപത്രികൾ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്നുണ്ട്, ഏകൽ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, സരസ്വതി ശിശു മന്ദിരങ്ങൾ നടത്തുന്നുണ്ട്, അശോക് സിംഗാൾജി കൗശൽ വികാസ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഹിന്ദുത്വത്തിനോടൊപ്പം തന്നെ സേവനവുമുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പത്രമാസികകളിലൊന്നും ഞങ്ങൾ ഇത് അച്ചടിച്ച് വിതരണം ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലുലു മുതലാളി വന്നൊരു പരിപാടി ചെയ്താൽ എല്ലാ പത്രങ്ങളിലും സപ്ലിമെന്റ് ഉൾപ്പെടെ ഇറങ്ങും. വിശ്വ ഹിന്ദു പരിഷത്തോ സേവാഭാരതിയോ ചെയ്താൽ വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാകണമെന്നില്ല. അതാണ് പ്രാധാന്യമുള്ള കാര്യം. അത് താങ്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് താങ്കൾ ആ പറഞ്ഞ കാര്യം തീർത്തും അപലപനീയമാണ്, തെറ്റാണ്. ഇവിടെ കോടാനുകോടി ആൾക്കാർക്ക് മാനവ സേവയാണ് മാധവ സേവ, നരപൂജയാണ് നാരായണ പൂജ എന്ന ആപ്തവാക്യം കൃത്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുടെ 100-1 ഈ രാജ്യത്ത്, 1000-1, 1,00,000-1 പോലും ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ ചെയ്യുന്നില്ല. കേരളത്തിൽ കുറെ ചെയ്യുന്നുണ്ടാകും. കാരണം പെട്രോൾ ഡോളറിൽ കൂടെ കിട്ടുന്ന ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ കൂടെ കിട്ടുന്ന വരുമാനത്തിൽ ഒരു പോർഷൻ വിനിയോഗിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അതുമാത്രം ശരി
യൂസഫ് മുതലാളി കൊടുക്കുന്ന വെടിക്കെട്ട് അപകടക്കാർക്ക് കൊണ്ട് കൊടുത്ത ശരി, അദ്ദേഹം നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷേ അവിടെ സുരേഷ് ഗോപി ഓരോരുത്തർക്കും പൈസ കൊടുത്തതിനെ പറ്റി താങ്കൾ കാണാതെ പോകരുത്. അത് താങ്കളുടെ ശ്രദ്ധയിൽ, താങ്കൾക്ക് ആ സമയത്ത് കണ്ണ് കാണാതെ പോവുകയാണെങ്കിൽ പുനലൂരെ നല്ലൊരു ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യണം, ചെവിയും ഒന്ന് പരിശോധിക്കണം. RCCയിൽ സമസ്തയെ മാത്രമല്ല കാണേണ്ടത്, RCCയിൽ സേവാഭാരതിയെയും ഒന്ന് കാണണം താങ്കൾ. എന്നാൽ മാത്രമേ ഇത് ബാലൻസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച താങ്കൾ ഇരട്ടത്താപ്പുകളുടെ തമ്പുരാനാണ്. മതേതരത്വം ഒരു സൈഡിൽ പറയുകയും ചെയ്യും, താങ്കളുടെ മറുപുറം താനി വർഗീയതയാണ്, 24 കാരറ്റ് വർഗീയതയാണ് താങ്കൾ വിളമ്പുന്നത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തലോടി വിടും. പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് ബാലൻസ് ചെയ്ത് RSSന് തുല്യമാക്കി ഒന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഒരു സൈഡിൽ താങ്കൾ ഈ പാണക്കാട് തങ്ങൾമാരെ പറ്റി പറയും, ഇച്ചിരി കഴിയുമ്പോൾ അവരാണ് മഹത്തരായ വ്യക്തികൾ എന്ന് പറയും. വിദേശത്തെ രാജ്യത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചെയ്തതിന് ശേഷം ഇതൊന്നും വിളിച്ചു പറയരുത്. ഞങ്ങൾക്ക് ആ പാരമ്പര്യമേ ഇല്ല, അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. ഒരാൾക്ക് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ട് ആ ചായ ഞാൻ മേടിച്ചു തന്നതാണെന്ന് പറയുന്നത് തനി മര്യാദ കെട്ട പ്രവൃത്തി തന്നെയാണ്. സേവനം ചെയ്തു, അത് സുകുമാരന് ഇത്ര രൂപ കൊടുത്തു, സുകുമാരൻ അവിടെ ബുദ്ധിമുട്ടി കൊടുത്തോളൂ, അത് ഞങ്ങൾ എതിരല്ലോ, നല്ല പ്രവൃത്തി തന്നെയാണ്. പക്ഷെ അത് വിളിച്ചു പറയുമ്പോൾ യൂസഫ് അലി കൊടുക്കുന്ന നന്മയും സുരേഷ് ഗോപി കൊടുക്കുന്ന വർഗീയതയും എന്നുള്ള ചിത്രീകരണം 100% അപലപനീയമാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. താങ്കൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ എല്ലാ തവണയും പറയുന്നത് ശരിയല്ല. ആരിഫ് ഹുസൈൻ എന്ത് പറയുന്നു എന്നുള്ളത് താങ്കളുടെ മതപരമായ ഡിബേറ്റുകളാണ്. നിങ്ങളുടെ മതത്തിലെ ഖുറാനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണയില്ല, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോണം. അതിനൊന്നും ഞങ്ങൾ അവരുടെ സൈഡ് പിടിച്ചിട്ടില്ല. ആരിഫ് ഹുസൈൻ പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾ ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അദ്ദേഹം ഖുറാൻ പഠിച്ചിട്ടുണ്ട്. താങ്കളും അതേ പാണ്ഡിത്യത്തോടുകൂടി അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അല്ല, താങ്കളുടെ ഉള്ളിലുള്ള ഒരു ദോഷമാണ് ഇപ്പൊ കണ്ടത്. എന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ചെവിക്കല്ല് തല്ലി പൊട്ടിക്കുമെന്നാ താങ്കൾ പറഞ്ഞ ആരിഫ് ഹുസൈന്റെ. അതൊന്നും അത്ര നല്ല പരാമർശമേ അല്ല. താങ്കളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗഭാവം ഉണർന്നു വരികയാണ് ഈ തരത്തിലുള്ള പ്രവർത്തികൾ കൂടി. ഞങ്ങൾ ആരെ തല്ലാനും കൊല്ലാനും പോകുന്നില്ല. ഞങ്ങൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നു. കോടാനുകോടി രൂപയുടെ കള്ളപ്പണമില്ല, വിദേശ ഫണ്ടില്ല, FCRA വഴി വരുമാനമില്ല. ഈ നാട്ടിലെ പണച്ചാക്കുകളൊന്നും വലുതായിട്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല. ഉള്ള ചക്കാപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്ത് 11 ബാലാശ്രമങ്ങള്, 2 വയോജന കേന്ദ്രങ്ങള്, 11 സ്കൂളുകള് ഒക്കെ നടത്തി, ഹോസ്റ്റലുകൾ നടത്തിക്കൊണ്ട് മര്യാദയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അത് യൂസഫ് മുതലാളിയുമായിട്ടൊന്നും വിശ്വഹിന്ദു പരിഷത്തിനെ താരതമ്യം ചെയ്ത്, ആ താരതമ്യം ഉത്തരേന്ത്യയിൽ പോയി ചെയ്തോളൂ. അവിടെ വിശ്വഹിന്ദു പരിഷത്തിന് കിടപിടിക്കാവുന്ന വൻകിട സ്ഥാപനങ്ങളുണ്ട്. സേവാഭാരതിക്കുണ്ട്, ദേശീയ സേവാഭാരതിക്കുണ്ട്. RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം സഹായിക്കുന്ന പോലെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഒരൊറ്റ സംഘടനയും ഒരാളെ സഹായിക്കുന്നില്ല. ഈ മദർ തെരേസയെ പൊക്കി പറയും, ലോകത്തിലെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ആശുപത്രി നടത്തുന്ന സന്യാസി സമൂഹമാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. കേരളത്തിന് വെളിയിൽ എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്? കേരളത്തിൽ വിദേശത്തു നിന്ന്, അറബി രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ കുറെ പെട്രോൾ ഡോളറിന്റെ ആധിക്യമുള്ളത് കൊണ്ട് പല സേവനവും ചെയ്യുന്നു. കേരളത്തിന് വെളിയിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല ജില്ലയിലെ. അതുകൊണ്ട് അത് യൂസഫ് മുതലാളി ദിവ്യനും സുരേഷ് ഗോപി വളരെ മോശം വർഗീയവാദി എന്ന് പറയുന്ന നടപടിയൊന്നും ശരിയല്ല. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ചെയ്തു. ഓരോരുത്തരുടെ ആനയ്ക്ക് ആന ചെയ്യുന്ന പോലെ ഉറുമ്പ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. യൂസഫ് മുതലാളി സുരേഷ് ഗോപിയെ ഒരേ നുഖത്തിൽ കെട്ടരുത്. അദ്ദേഹം ചെയ്തത് ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള സേവന മനോഭാവം ഉണ്ടല്ലോ. അദ്ദേഹം സഹായിക്കുന്ന പോലെ ആരെ സഹായിക്കുന്നു? കേരളത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിമിക്രി കലാകാരന്മാർക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും പൈസ കൊടുക്കുന്ന ഒറ്റ വ്യക്തിയാണ് സുരേഷ് ഗോപിയാണ്. ഓക്കെ